ബിഗ് ബോസിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളായവരാണ് ജാസ്മിനും റസ്മിനും. ഷോ കഴിഞ്ഞ ശേഷം ആദ്യ നാളുകളൊക്കെ ഇതേ സൗഹൃദം അവർ നിലനിർത്തിയിരുന്നു. എന്നാൽ വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു. ഇരുവരെയും ആരാധകർ പിന്നീട് ഒരുമിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ആരാധകർക്കുണ്ടായിരുന്നു. ഇപ്പോഴാ ചില ബന്ധങ്ങൾ എങ്ങനെ കൈവിട്ടു പോയി എന്നതിനെ കുറിച്ച് റസ്മിൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഒരു അഭിമുഖത്തിലാണ് താരം പറയുന്ന വാക്കുകൾ ഇങ്ങനെ: ബിഗ് ബോസിന് ശേഷം എനിക്ക് കുറെ പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എന്നെ മനസ്സിലാക്കാതെ പോയവരാണ്. മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂസും ഇല്ലാത്തവരായിരിക്കും. പിന്നെ ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് ആ രീതിക്ക് ആളുകൾ പോകുമെന്നും തിരിച്ചറിഞ്ഞു. ബിഗ് ബോസിലൂടെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ ബിഗ് ബോസിലെ അനുഭവങ്ങളാണ് പഠിച്ചത്. സൗഹൃദങ്ങൾ പോയത് തെറ്റിദ്ധരിച്ചിട്ടാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു. അതിലുള്ള നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയുള്ളൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓക്കെ, വേണ്ട. ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. അവരുടെ മനസ്സിൽ അത് അത്രമാത്രം ഒട്ടിക്കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവർ പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് തന്നെ വെക്കാം. വിട്ടുപോകും മുമ്പ് ഞാൻ സംസാരിച്ചതാണ്, പക്ഷെ നിന്നില്ല, പോയി. ഞാൻ പക്ഷേ കാല് പിടിച്ചില്ല. എവിടെയും കാല് പിടിക്കാൻ നിൽക്കരുത്. സെൽഫ് റെസ്പെക്ട് എന്നൊരു കാര്യമുണ്ട്. സാധാരണ വഴക്കിട്ടാലും അത് ഞാൻ മറന്നുപോകും. അവരോട് പോയി ഞാൻ തന്നെയാണ് സംസാരിക്കാറുള്ളത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്തായാലും ഇത് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അത് ഒത്തുതീർന്ന് രണ്ടുപേരും ഒരുമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളായവരാണ് ജാസ്മിനും റസ്മിനും. ഷോ കഴിഞ്ഞ ശേഷം ആദ്യ നാളുകളൊക്കെ ഇതേ സൗഹൃദം അവർ നിലനിർത്തിയിരുന്നു. എന്നാൽ വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു. ഇരുവരെയും ആരാധകർ പിന്നീട് ഒരുമിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ആരാധകർക്കുണ്ടായിരുന്നു. ഇപ്പോഴാ ചില ബന്ധങ്ങൾ എങ്ങനെ കൈവിട്ടു പോയി എന്നതിനെ കുറിച്ച് റസ്മിൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഒരു അഭിമുഖത്തിലാണ് താരം പറയുന്ന വാക്കുകൾ ഇങ്ങനെ: ബിഗ് ബോസിന് ശേഷം എനിക്ക് കുറെ പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എന്നെ മനസ്സിലാക്കാതെ പോയവരാണ്. മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂസും ഇല്ലാത്തവരായിരിക്കും. പിന്നെ ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് ആ രീതിക്ക് ആളുകൾ പോകുമെന്നും തിരിച്ചറിഞ്ഞു. ബിഗ് ബോസിലൂടെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ ബിഗ് ബോസിലെ അനുഭവങ്ങളാണ് പഠിച്ചത്. സൗഹൃദങ്ങൾ പോയത് തെറ്റിദ്ധരിച്ചിട്ടാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു. അതിലുള്ള നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയുള്ളൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓക്കെ, വേണ്ട. ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. അവരുടെ മനസ്സിൽ അത് അത്രമാത്രം ഒട്ടിക്കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവർ പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് തന്നെ വെക്കാം. വിട്ടുപോകും മുമ്പ് ഞാൻ സംസാരിച്ചതാണ്, പക്ഷെ നിന്നില്ല, പോയി. ഞാൻ പക്ഷേ കാല് പിടിച്ചില്ല. എവിടെയും കാല് പിടിക്കാൻ നിൽക്കരുത്. സെൽഫ് റെസ്പെക്ട് എന്നൊരു കാര്യമുണ്ട്. സാധാരണ വഴക്കിട്ടാലും അത് ഞാൻ മറന്നുപോകും. അവരോട് പോയി ഞാൻ തന്നെയാണ് സംസാരിക്കാറുള്ളത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്തായാലും ഇത് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അത് ഒത്തുതീർന്ന് രണ്ടുപേരും ഒരുമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.